ഇലക്ഷൻ്റെ ലീവ് കിട്ടിയപ്പോൾ 2 ദിവസം വീട്ടിൽ പോയി. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ അമ്മ ചോദിച്ചത് എന്താണ് നിനക്ക് വേണ്ടതെന്നാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു, ഇപ്രാവശ്യം എനിക്ക് ബിരിയാണി ഒന്നും വേണ്ട, ഇപ്രാവശ്യം ഒരു നല്ല നാടൻ ചോറും കറികളും ഉണ്ടാക്കി തന്നാൽ മതിയെന്ന്. അങ്ങനെ അമ്മച്ചി കടയിൽ പോണതിന് മുന്നേ സാമ്പാറും പയറുപ്പേരിയും ചമ്മന്തിയും പിന്നെ എനിക്കിഷ്ടപ്പെട്ട കഷ്ണമീനും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി എന്നാൽ ഇത്രയും വിഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു പൊതിച്ചോറുണ്ടാക്കാമെന്ന്. വീട്ടിൽ വായൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയി വായയിലൊക്കെ സംഘടിപ്പിച്ച് പയറുപ്പേരിയും മീൻ പൊരിച്ചതും ചമ്മന്തിയും അച്ചാറും പിന്നെ രാവിലത്തെ മുട്ട റോസ്റ്റ് ബാക്കിയുണ്ടായിരുന്നു, അതും എല്ലാം കൂട്ടിങ്ങാണ്ട് ഇല പൊതിഞ്ഞെടുത്തു. ഈ ഇല പൊതിയലൊരു ടാസ്ക് തന്നെ കേട്ടോ, എനിക്കറിയില്ല എന്തൊക്കെ കാട്ടി പൊതിഞ്ഞെടുത്തു. അമ്മ കടയിൽ പോണതിൻ്റെ മുന്നേ രാവിലെ 9 മണിക്ക് പൊതിഞ്ഞതാണിത്. ഇത് തുറക്കുന്നത് ഉച്ചയ്ക്ക് 1 മണിക്കാണ്. ഇത്രയും നേരം വെച്ചിട്ട് ഒരു പൊതിച്ചോറ് ഞാൻ കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. എൻ്റെ അമ്മച്ചി ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ആയിരിക്കും ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് പൊതിച്ചോറ് ഇതായിനി. എൻ്റെ ഫേവറേറ്റ് മീൻ പൊരിച്ചതും പയറുപ്പേരിയും മുട്ട റോസ്റ്റും അച്ചാറും എല്ലാം കൂട്ടിക്കൊഴിച്ച് ഒരു ഉരുള കഴിച്ചപ്പോൾ തന്നെ ഉണ്ടല്ലോ മനസ്സ് നിറഞ്ഞു, സന്തോഷമായി. മനോട് ഇന്ന് എനിക്ക് നാടൻ ചോറും കറികളും മതി എന്ന് പറഞ്ഞത് വളരെ നല്ലൊരു തീരുമാനമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് എനിക്ക് ഇത്ര ടേസ്റ്റിൽ ഒരു പൊതിച്ചോറ് കഴിക്കാനായല്ലോ.